ഹലോ ഗായ്സ്, അപ്പം ഇന്നും നാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേരക്ക കഴിച്ചാലോ. ഇതൊരു വെറൈറ്റി പേരക്കയാണ്. ഇത് കണ്ടോ, ഈ പേരക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പർപ്പിൾ മുതൽ ഡാർക്ക് കളർ വരെ ഇത് നല്ല മൂപ്പാവുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ളതാണ്. കുറച്ച് നാളായി അത് കൊണ്ട് നട്ടിട്ട്, കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഏകദേശം നല്ല അടിപൊളിയായുള്ള പേരക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും മുറിക്കാമെന്ന് വിചാരിച്ച് പറിക്കാതെ അമ്മ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ അത് പറിച്ചുകൊണ്ട് വന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് മുറിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. യെസ് ഗൈസ്, അപ്പോൾ ഞാനിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും പിന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഇതിൻ്റെ മരം പേരയ്ക്ക മരം എന്ന് പറയുന്നത്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അത്ര വലിയ മരമൊന്നും അല്ല കേട്ടോ, പക്ഷേ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള പേരയ്ക്ക ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ, പർപ്പിൾ മുതൽ ഡാർക്ക് ഷെയ്ഡ് ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ തണ്ടും കേട്ടോ, ഈ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ തണ്ടും വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള പേരയ്ക്ക. ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ, സാധാരണ ഒരു പച്ച കളർ തന്നെയാണ്, പക്ഷേ ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു പർപ്പിൾ ടു ഡാർക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിനാണെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനാണെങ്കിലും ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.